നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം 20ാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് തമ്മിൽ കാണാൻ സാധിച്ചില്ല. ചില തിരക്കുകൾ കാരണം മഹാഭാരതത്തിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. ഇത്തവണ ചില ഭരണാധികാരികളെ കുറിച്ച് ആലോചിക്കാനാണ് ഈ ഭാഗം ഉദ്ദേശിക്കുന്നത്. മഹാഭാരതം നമുക്കറിയാം, മഹാഭാരതമായാലും രാമായണമായാലും രാജാവകാശമുള്ള രാജാധികാരമുള്ള രണ്ട് കുടുംബങ്ങളുടെ രാജാധികാരമുള്ള കുടുംബങ്ങളുടെ കഥ പറയുന്ന ഗ്രന്ഥങ്ങളാണ്. അവരുടെ ഐക്യവും ഐക്യമില്ലായ്മയും ഒക്കെ ഈ കഥകളിലൂടെ നാം കാണുന്നുണ്ട്. അത്തരം ചില കുടുംബങ്ങളുടെ വിശേഷങ്ങളുമായി ഈ ഭാഗത്ത് നമുക്ക് യാത്ര ചെയ്യാം. ദശരഥ മഹാരാജാവ്, അദ്ദേഹത്തിന്റെ കുടുംബമാണ് രാമായണത്തിന്റെ കഥാതന്ത്രം. കോസല രാജ്യം ഭരിച്ചിരുന്ന, അയോധ്യ ഭരിച്ചിരുന്ന ദശരഥ രാജാവിന്റെ കുടുംബത്തെ അടിസ്ഥാനപ്പെടുത്തി ആണ് രാമായണത്തിന്റെ കഥ മുന്നോട്ട് പോയത്. അമ്മയുടെ അത്യാഗ്രഹം മൂലം തനിക്ക് ലഭിച്ച രാജ്യം, എന്നാൽ ആ രാജ്യത്തിന്റെ നേരവകാശി താനല്ലെന്നും തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് കിട്ടിയ രാജാധികാരം നിഷേധിച്ച തന്റെ ചേട്ടൻ വനത്തിൽ 14 വർഷം എങ്ങനെയാണോ ജീവിച്ചത്, ആ രീതിയിൽ കൊട്ടാര സുഖങ്ങളെല്ലാം വിടിഞ്ഞ് ജീവിച്ച ഭരതൻ, ജ്യേഷ്ഠൻ വനത്തിൽ നിന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ, വനവാസം കഴിഞ്ഞ് ജ്യേഷ്ഠൻ എത്തിക്കഴിഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ ആ രാജ്യത്തിന്റെ അവകാശം ശ്രീരാമന് കൊടുക്കുന്ന ഭരതനെയാണ് നമ്മൾ കാണുന്നത്. ശ്രീരാമന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായി ആ സഹോദരങ്ങൾ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും അടങ്ങുന്ന ആ സഹോദരങ്ങൾ ജീവിക്കുന്ന കാഴ്ചയാണ് രാമായണത്തിൽ നാം കണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ സാധിക്കും. ഒരാളിരിക്കുന്ന കസേര ഒഴിയാൻ കാത്തിരിക്കുന്നവരാണ് സഹോദരങ്ങളാണെങ്കിൽ പോലും. പക്ഷേ ആ ജ്യേഷ്ഠാനുജന്മാരുടെ, ആ രാമ സഹോദരന്മാരുടെ ഐക്യവും ഒരുമയും എല്ലാം അയോധ്യയുടെ, കോസല രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് കാരണമായി തീർന്നു എന്ന് ആ കഥ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാമായണത്തിൽ ഇനിയും കഥ കുടുംബങ്ങളുണ്ട്. വാനര രാജകുടുംബം ഭരിച്ചിരുന്ന കിഷ്കിന്ധ്യ എന്ന രാജ്യം തെറ്റിദ്ധാരണയുടെ പേരിൽ സഹോദരനായ സുഗ്രീവനെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന ബാലി എന്ന രാജാവ്, പിന്നീട് ശ്രീരാമന്റെ സഹായത്തോടെ തന്റെ സഹോദരനായ ബാലിയെ ഇല്ലാതാക്കുന്ന സുഗ്രീവൻ, കിഷ്കിന്ധ്യ കുടുംബം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാമായണത്തിലെ പ്രതിനായകനായ രാവണന്റെ കുടുംബം, ഐശ്വര്യപൂർണമായ മറ്റേതൊരു രാജ്യത്തെക്കാളും ഐശ്വര്യത്തോടു കൂടി വർത്തിച്ചിരുന്ന ലങ്കാരാജ്യം രാവണന്റെ അധാർമികമായ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാവണനെ എരിയുന്ന രാവണന്റെ സഹോദരൻ വിഭീഷണൻ ചെന്നെത്തുന്നത് എവിടെയാ? രാവണന്റെ ശത്രുവായ ശ്രീരാമന്റെ അടുത്ത്. രാമരാവണ യുദ്ധത്തിൽ രാവണൻ പരാജയപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം രാവണന്റെ യുദ്ധതന്ത്രങ്ങൾ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്നത് വിഭീഷണനാണ് എന്ന് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. കുരു രാജാക്കന്മാരുടെ ഭരണം ഉള്ള മഹാഭാരതം. ഹസ്തിനപുരം ഭരിച്ചിരുന്ന കുരു രാജാക്കന്മാർ, അന്ധനായ രാജാവായ ധൃതരാഷ്ട്രർക്ക് അന്ധതയുള്ളത് കൊണ്ട് ആ രാജ്യം ഭരിച്ചിരുന്ന പാണ്ഡു, അവർ തമ്മിലുള്ള സംഘർഷങ്ങളൊന്നും മഹാഭാരതത്തിൽ നാം കാണുന്നില്ല, കേൾക്കുന്നില്ല. തുടർന്ന് മഹാഭാരതത്തിലെ ഓരോ വിശേഷങ്ങളും എടുത്തു നോക്കിയാൽ നമുക്കറിയാം, പാണ്ഡവരെ വനവാസത്തിന് അയച്ച് അധാർമികമായി രാജ്യം കൈപ്പിടിയിലാക്കിയ ദുര്യോധനൻ. പക്ഷെ ദുര്യോധനന്റെ ഭരണകാലത്തെ കുറിച്ച് മഹാഭാരതം പറയുന്നത് ഏറ്റവും നല്ല ഭരണാധികാരിയായിരുന്നു ദുര്യോധനൻ എന്നാണ്. അതിന് ദുര്യോധനന് സഹായം കിട്ടിയത്
അതിന് ദുര്യോധനെ അങ്ങനെ നല്ലൊരു ഭരണാധികാരിയാകാൻ സഹായിച്ചത് അദ്ദേഹത്തിന്റെ 99 സഹോദരന്മാരും അദ്ദേഹത്തോടൊപ്പം നിന്നു എന്നതാണ്. പ്രജാതൽപരനായ ഭരണാധികാരിയായി ദുര്യോധനൻ പിന്നീട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം അപസ്വരങ്ങളില്ലാതെ 100 സഹോദരന്മാർ അവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുപോലെ പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ വിജയിച്ചു. പാണ്ഡവർ ഭരണാധികാരിയെ തിരഞ്ഞെടുത്ത ആരെയാ? അവരുടെ മൂത്ത സഹോദരനായ യുധിഷ്ഠിരനെ. 100 ധാർത്തരാഷ്ട്രന്മാരെ, ധൃതരാഷ്ട്രന്റെ മക്കളായ 100 പേരെ വധിച്ചത് ഞാനാണെന്നും എനിക്കാണ് രാജ്യത്തിന് അവകാശമെന്നും ഭീമൻ പറയുന്നത് നമ്മൾ മഹാഭാരതത്തിൽ വായിക്കുന്നില്ല, കേൾക്കുന്നില്ല. കർണനടക്കമുള്ള വീരയോദ്ധാക്കളെ പൊരുതി പരാജയപ്പെടുത്തി കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വിജയശില്പി താനാണെന്നും തനിക്ക് രാജ്യം വേണമെന്നും അർജുനൻ പറയുന്നത് മഹാഭാരതത്തിൽ നാം കേൾക്കുന്നില്ല. രാമായണത്തിൽ കോസല രാജ്യം ഐശ്വര്യത്തോടു കൂടി പോകാൻ കാരണം ആ 4 സഹോദരങ്ങളും ഒരുമയോടെ വർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അധാർമികമായ പ്രവൃത്തിയുടെ പ്രതിപുരുഷനായി ദുര്യോധനെ കാണുന്നുണ്ടെങ്കിലും ഇന്നും മഹാഭാരതത്തിൽ ദുര്യോധനൻ പ്രജാതൽപരനായ ഒരു ഭരണാധികാരിയായി ഇന്നും അറിയപ്പെടുന്നുണ്ടെങ്കിൽ, ആ വിശേഷത്തിന് അർഹമായിട്ടുണ്ടെങ്കിൽ ആ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരുമയും ഐക്യവുമാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. 36 വർഷം ഇന്ദ്രപ്രസ്ഥം ഭരിക്കാൻ പാണ്ഡവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ യുധിഷ്ഠിരനെ അംഗീകരിച്ചു. അവർ ഒരുമയോടെ 5 പേരും ജീവിച്ചു എന്നുള്ളതാണ് അതിന്റെ കാതലായ ഭാഗം. സഹോദരങ്ങൾ തമ്മിൽ അനൈക്യമുണ്ടായ കിഷ്കിന്ധ്യ രാജ്യവും ലങ്കാരാജ്യവും തകരുന്നതും മഹാഭാരതത്തിലും രാമായണത്തിലും നാം കാണുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരുമയും ഐക്യവുമാണ് ഏതൊരു ഭരണാധികാരിക്കും ശക്തി പകരുകയുള്ളൂ എന്നതാണ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുമ്പോൾ ആ ലക്ഷ്യം നേടി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കഴിയുമ്പോൾ അത് തൻ്റെ മാത്രം മിടുക്കാണ് എന്ന് അവകാശപ്പെട്ടാൽ അവിടെ ആ ഭരണാധികാരിയുടെ പതനം ആരംഭിക്കും. താൻ നേടിയെടുത്ത അല്ലെങ്കിൽ തങ്ങൾ നേടിയെടുത്ത വിജയം തന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരുടെ കൂടെ വിജയമാണെന്നും അവരില്ലെങ്കിൽ താൻ ആരുമല്ല എന്നും മനസ്സിലാക്കുന്നിടത്താണ് ഒരു ഭരണാധികാരി വിജയിക്കുക. വിനാശത്തിലേക്കായിരിക്കും പോകുക. ഇത്തരം ഗ്രന്ഥങ്ങൾ കൃത്യമായി നമ്മളെ അത് കാണിച്ചു തരുന്നുണ്ട്. ധാർഷ്ട്യം, വിജയത്തിലൂടെ വരുന്ന ഒരു ധാർഷ്ട്യമുണ്ട്, ഒരു അഹങ്കാരമുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീടുള്ള പ്രവർത്തനത്തിൽ വരുന്ന വളർച്ച വീട്ടുമുറ്റത്തെ പച്ചക്കറിത്തോട്ടത്തിലെ പടവലങ്ങയുടെ പോലെ ആയിരിക്കും. നമുക്കറിയാം പടവലങ്ങ അങ്ങോട്ട് വളരാ, താഴേക്ക്. അധികാരമുള്ളപ്പോൾ കാണുന്ന ആളും ആരവവും അധികാരം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകില്ല എന്ന ചിന്ത ഭരണാധികാരിത്വത്തിലേക്ക് വരുന്നവർക്കുണ്ടാകണം. മുൻപേ നമ്മളുടെ മുന്നിലൂടെ പോയവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി. വല്ലപ്പോഴും നമുക്കറിയാൻ സാധിക്കും. ഏതൊരു വിജയത്തിലും ഒപ്പമുണ്ടായിരുന്നവരെ കൂടെ നിർത്തുവാനും വിമർശനങ്ങളെ അതിന്റെ അർത്ഥത്തിൽ സ്വീകരിച്ച് ആ വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നെ വിമർശിച്ചിരുന്നവരെ, തന്നെ എതിർത്തിരുന്നവരെ കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നവരാണ് യഥാർത്ഥ ഭരണാധികാരി. അല്ലാത്തവൻ കാലം പിന്നിടുമ്പോൾ നമ്മുടെ മുന്നിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ആളും ആരവും ഉണ്ടായിരുന്ന ഒട്ടനവധി പേരുടെ അവസാന കാലം ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിച്ചാൽ മാത്രമേ ഒരു ദേശമായാലും ഒരു രാജ്യമായാലും രക്ഷപ്പെടുകയുള്ളൂ. ഇത്തരം ഗ്രന്ഥങ്ങൾ, മഹാഭാരതവും രാമായണവും അടക്കമുള്ള നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങൾ ഒരു ജീവിത കാലയളവിൽ നാം അനുഷ്ഠിക്കേണ്ട വർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരുന്നു. അത് പാലിക്കാൻ നമുക്ക് സാധിക്കണം. ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും സ്ഥാനത്ത്
വിനയവും സ്നേഹവും കൊണ്ടുവരാൻ സാധിക്കട്ടെ. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.